അപ്പം ആക്ച്വലി എന്തായിരുന്നു അർജുനൊരു ഉണ്ടായത്? പെട്ടെന്ന് ഇപ്പൊ പാരലൈസ് ആയി പോവാനുള്ള കാര്യങ്ങളൊക്കെ എന്താ ഉണ്ടായിരുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ രണ്ടാളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപാളും ചെറുപ്പം തൊട്ടേ നല്ല ബോഡി വെയിറ്റ് ഉള്ള കുട്ടികളായിരുന്നു. അതൊരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ നല്ല ബോഡി വെയിറ്റ് ആയപ്പം ജിമ്മിൽ കൊണ്ട് ആക്കി. രണ്ടുപേരെയും ജിമ്മിലാക്കിയായിരുന്നു. മോള് അത്ലറ്റ് ആണ്, ശരിക്കും ഒരു അത്ലറ്റ് ആണ് മോള്. മോനും അത്ലറ്റ് ആയിരുന്നു. ആദ്യമേ ജൂഡോ നാഷണൽ ലെവലിൽ പോയിട്ടുണ്ട്. എന്താ അത്ലറ്റ് എന്ന് പറയുമ്പോ എന്താ ചേച്ചി? ബോക്സർ ആയിരുന്നു. ചേച്ചിയും ബോക്സർ തന്നെയാണല്ലേ? റെക്കോർഡ് ബ്രേക്ക് ചെയ്ത ഒരാളാണ്. അതെ, ഓ മൈ ഗോഡ്, കൺഗ്രാറ്റ്സ്. ഓക്കെ. അപ്പം പിന്നെ അപ്പൊ 9ാം ക്ലാസ് 10ാം ക്ലാസ് ആയപ്പോൾ നല്ല ബോഡി വെയിറ്റ് ആയപ്പം എല്ലാവരും തടിയാന്ന് സ്കൂളിൽ വിളിക്കാൻ തുടങ്ങി. അമ്മാവാന്ന് വിളിക്കും, ആശാന്ന് വിളിക്കും. അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള എന്നോട് പറയുമായിരുന്നു. അപ്പൊ 2 കുട്ടികൾക്കും അച്ഛനോട് എന്തും തുറന്നു പറഞ്ഞതിലുപരി അമ്മയോട് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കൂട്ടുകാരെ പോലെയാണ്. അമ്മോടാണ് എല്ലാം വന്ന് പറയും. പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് കാര്യങ്ങളും 2 പേർക്കും എന്നോട് തുറന്നു പറയാനുള്ള ഞാൻ അതുകൊണ്ട് എല്ലാം എന്നോട് പറയുമായിരുന്നു. അപ്പൊ എന്നിങ്ങനെ വിളിച്ച് ഞാൻ പറഞ്ഞു മോനെ ജിമ്മിലാക്കാന്ന് പറഞ്ഞു. ജിമ്മിൽ കൊണ്ടാക്കി ജിം ട്രെയിനറിനോട് ഞാൻ പറഞ്ഞു, ചെറിയ കുട്ടിയാ, ആളിന് വലിപ്പമുള്ളൂ, വെയിറ്റ് ട്രെയിനിങ് ഒന്നും എടുപ്പിക്കണ്ട, ട്രെഡ്മില്ലേ മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. അങ്ങനെയായി. +1 +2 ഒക്കെ ആയപ്പോഴത്തേനും ഇവന്റെ ശരീരം ഇവൻ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതായത് ഫുഡ് കൺട്രോളിങ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേനും നല്ല ദൈവവിശ്വാസമുള്ള കുട്ടിയാ. നന്നായിട്ട് ദൈവവിശ്വാസമുണ്ട്. എപ്പോഴും രാവിലെയും വൈകിട്ടാണെങ്കിലും വിളക്ക് കത്തിക്കുന്ന സമയത്താണെങ്കിലും കത്തിക്കും. നമുക്ക് കത്തിക്കാൻ പറ്റുന്ന സമയമൊക്കെയാണല്ലോ അവൻ കത്തിക്കും. അപ്പം ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, അത് നല്ല മൈൻഡിൽ വെച്ചത് കറക്റ്റ് ആയിട്ട് ചെയ്യും. മോളുള്ളപ്പോഴാണേലും പറയും, ചേച്ചി എന്താ കത്തിക്കാത്തതെന്ന് ചോദിച്ചാൽ ചേച്ചി കത്തിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് മൈൻഡിൽ വെച്ച് പിന്നെ അത് പറയണ്ട, അത് ചെയ്തോളും കറക്റ്റ് ആയിട്ട്. അപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തോളും. അപ്പം പഠന കാര്യങ്ങളിൽ എനിക്ക് നന്നായിട്ട് പഠിക്കണം, എനിക്ക് നല്ല രീതിയിൽ പോകണം എന്നുള്ളൊരു എയിം എപ്പോഴും മുമ്പിലുണ്ട്. ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടോ? പഠിത്തത്തിൽ ആരാ ഫസ്റ്റ്? ഇവളാണ് +1 +2 എല്ലാം നന്നായിട്ട് പഠിപ്പിക്കാനുള്ള. ഞാൻ ട്യൂഷൻ വിട്ടിട്ടില്ല, മോളാണ് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ എല്ലാം ട്യൂഷൻ വിടേണ്ട എനിക്ക് വന്നിട്ടില്ല. അപ്പൊ എല്ലാം ചെയ്തു കൊടുക്കുന്നത്, അസൈൻമെന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഇവളാണ്. ഇവളുടെ വിരലിന്റെ അറ്റം വരെ പോയിട്ടുണ്ട് അസൈൻമെന്റ് ചെയ്ത് കൊടുത്ത് എഴുതി. അത് ശരിക്കും എന്താ വെച്ചാൽ കൈ പാടില്ലായിരുന്നു. കൈക്കൊരു ഷിവറിങ് ഉണ്ടായിരുന്നു. ഫുഡ് വാരി കഴിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ശ്രദ്ധിക്കാൻ ഇടയായത്. +2 ഒക്കെ ആയപ്പം ഈ 4 വിരലിൽ ഇങ്ങനെ ചെരുവ് പോലെ വന്നിട്ട് വാരി കഴിക്കും, ചോറിങ്ങനെ വഴുതി പോകുമായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് ലഞ്ച് ബോക്സിൽ വേണ്ട ചോറ് കഴിക്കുമ്പോൾ കുറച്ചേ കിട്ടുള്ളൂ, ഇലക്കകത്ത്. ഞാൻ എല്ലാ ദിവസവും ഇല വെട്ടി ഇല വാട്ടി ചോറ് കൊടുത്തു വിടും. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, മോൻ എന്നാ ബുദ്ധിമുട്ട്? എനിക്ക് എക്സാം ഞാൻ പഠിച്ചിട്ട് പോകുന്ന കംപ്ലീറ്റ് എനിക്ക് എഴുതാൻ പറ്റത്തില്ല, എനിക്ക് ബുദ്ധിമുട്ട്. അന്നേരം എനിക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രയാസമായിപ്പോയിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരുടെ ഇങ്ങനെ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, 3 പേരുടെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും ഇവനെന്തോ പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ മുട്ടിന് കീപ്പറും ഇങ്ങനെ ശോഷിച്ചു വരുന്നതായിട്ട് കണ്ടു. അപ്പൊ ഞങ്ങൾ കോട്ടയം ഭാരതി കൊണ്ടുപോയി MRI എടുത്തു. അവിടുന്ന് അവർ റെഫർ ചെയ്ത് എറണാകുളത്ത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കൈയുടെ മാത്രമേ ഫസ്റ്റ് ഉള്ളൂ. അപ്പം ബാക്കി വശം തിരിഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്കത് ശരിക്കും അറിയാൻ പറ്റും. പിന്നെ ഇവന് മാനസികമായിട്ട് അങ്ങ് ഡൗൺ ആയിരുന്നു പെട്ടെന്ന്. ആരോടും അങ്ങനെ മിണ്ടാറില്ല. ആ ടൈമില് മോളെ കല്യാണം കഴിച്ചു വിട്ടെ. അപ്പൊ അന്നേരം ആ സമയത്ത് ഇവന് പുറത്ത് ഫ്രണ്ട്സിലുപരി മോളുമായിട്ടാണ് എപ്പോഴും, ഇവര് തമ്മിലാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്. ഇവളും കൂടെ പോയപ്പോ അവൻ ഒറ്റപ്പെട്ടു.